ശ്യാമേ, MR അജിത് കുമാറിനെ കുറിച്ച് ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. വളരെ മനോഹരമായി മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു, കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിലാണല്ലോ ഇവർ മുഖ്യമന്ത്രിയും അജിത് കുമാറും ഒരുമിച്ചുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇവർ രണ്ട് പരസ്പരം നോക്കിയില്ല, മുഖാമുഖം നോക്കിയില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, PV അൻവർ MLA കടന്നലാക്രമണം വരെ സൂപ്പർ DGPയെ പോലെ വിരാജിച്ച അജിത് കുമാർ ഒരു വിടവാങ്ങൽ ഭാവത്തിലായിരുന്നു പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ. ഇദ്ദേഹം ഫോട്ടോ എടുക്കാനൊക്കെ അവർ വിളിച്ചിട്ട് പോലും ഇദ്ദേഹം മാറി നിന്നു. മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ ഇദ്ദേഹം മാറി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇദ്ദേഹം. അതായത് ഒരു അറ്റത്ത് അൻവർ, ഇപ്പുറത്ത് അജിത് കുമാർ, നടുക്ക് പിണറായി വിജയൻ, പിന്നെ ഗോവിന്ദൻ മാഷുണ്ട്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിത്തീരും ഇതിനകത്ത്, അവസാനം എന്തായിത്തീരും എന്നുള്ളതാണ്. CBI കേസ്. പിന്നെ ഹൈക്കോടതിയിലൊക്കെ ഇതിനോടകം ഹർജി പോയിട്ടുണ്ട്. CBI കൊണ്ടുവന്നു. ഇതെന്ത് അന്വേഷണം നടക്കുന്നത്? ഒന്ന് അന്വേഷിക്കുന്നത്, അന്വേഷണത്തിന്റെ തലപ്പത്തിരിക്കുന്നത് പോലീസ് മേധാവി ഷെയ്ഖ് ദർബേർ സാഹിബ്. അത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കുന്നൊരു തൃശ്ശൂർ DIG, നമ്മുടെ തിരുവനന്തപുരം കമ്മീഷണർ സ്പർജൻ കുമാർ, പിന്നെ സൗത്ത് സോൺ DIG IG, പിന്നെ ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, പിന്നെ തിരുവനന്തപുരം പിന്നെ ഇന്റലിജൻസിന്റെ SP A ഷാനവാസ്. ADGPക്കെതിരെ അന്വേഷിക്കുക. ഇത് എന്ത് പ്രവർത്തനമാണ് എന്റെ സജി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ? ADGPക്കെതിരെ അന്വേഷിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, IG, പിന്നെ AIG, പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ SP, ഇന്റലിജൻസിന്റെ SP എല്ലാം കൂടെ ചേർന്നിട്ട് അതിൽ തന്നെ 3 പേര് കൺഫേർഡ് IPS. വിളിക്കാൻ പറ്റുമോ ADGPയെ? ഇതെന്താ ഇത്? പ്രോട്ടോകോൾ ഇല്ലയോ ഇതിനൊക്കെ? അവരെയൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ? ചേട്ടാ, അവരുടെ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു പോലും. കോമഡിയാണ് ഇത് നടന്നിരിക്കുന്നത്. സൂപ്പർവിഷൻ പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം. പ്രഹസനം പിന്നെ അല്ലാതെ എന്താ? CBIക്ക് പോകും കേസ്. CBIക്ക് വിടും. ഹൈക്കോടതി പോകും, ഹൈക്കോടതി എടുത്ത് CBIക്ക് വിടാൻ പറയും. ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനെ ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സർക്കാരിന്റെ പേടിയും അതാ CBIക്ക് പോകുന്നു. CBIക്ക് പോയി കഴിഞ്ഞാൽ എന്താ വലിയ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഒരാളെ തട്ടി, എടവണ്ണയിൽ ഒരാളെ തട്ടിയത് ഇദ്ദേഹമാണെന്നാണ് അൻവർ പറയുന്നത്. പിന്നെ അൻവറിന്റെ ഇതിന്റെ എല്ലാം തെളിവുണ്ട്. ഇദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡിങ് ADGPയുടെ അടിച്ചു മാറ്റിയെന്നേ അൻവർ. അൻവർ ആരാ പോലും ആലോചിച്ചത്? ADGPയുടെ കോൾ റെക്കോർഡിങ് അൻവർ അടിച്ചു മാറ്റി എന്ന് മാത്രം. ഇവിടെ 10-32 പേരുടെ ഇവർ എടുക്കുന്നുണ്ട് കോൾ ലിസ്റ്റ്. സൂക്ഷിച്ചു ഓടിക്കൂടെ സംസാരിക്കുമ്പോൾ നോക്കിക്കോളാം. ജോണേട്ടൻ്റെ മിക്കവാറും എടുക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ ഒരുപാട് പേരുടെ എടുക്കുന്നുണ്ട്. 32 പേരുടെ ഔദ്യോഗികമായിട്ട് അവരെടുക്കുന്നുണ്ട്. ഒഫീഷ്യലി 32 പേരുടേത് അവരെടുക്കുന്നുണ്ട്. അതായത് ഈ തീവ്രവാദ പ്രവർത്തനം, ലഹരി കടത്ത്, കുഴൽപ്പണം എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 32 പേരുടേത് പോലീസ് ആസ്ഥാനത്ത് എടുക്കുന്നുണ്ട്. അല്ലാതെ അല്ലാതെ ഈ സെർവറുകളുണ്ടല്ലോ, പിന്നെ ഇത് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചയോളം അത് ഇവർക്ക് എടുക്കാൻ പറ്റും, പോലീസിന് എടുക്കാൻ പറ്റും. DIG മുതൽ DGP വരെയുള്ളവർക്ക് ഇത് വിചാരിച്ചാൽ നടക്കാവുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഒരു പ്രൊവൈഡറും വേണ്ട, അല്ലാതെ ഈ സൈബർ സെല്ലിനെ കൊണ്ട് നടക്കും. നമ്മളിത് സംസാരിക്കുന്നൊക്കെ അവർക്ക് കിട്ടും. അവരെടുക്കും. അവര് ഇതിന്റെ ഇതൊന്നും പ്രൊവൈഡേഴ്സിന്റെ അനുമതി ഒന്നും വേണ്ട, അവരല്ലാതെ തന്നെ നമ്മളെ ചോർത്തിക്കളയും, നമ്മളെ അടിച്ചു മാറ്റിക്കളയും. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത് വ്യാപകമായിട്ട് മീഡിയക്കാരെ പിടിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് ഈ പണി തുടങ്ങും. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടേഴ്സിന്റെ എല്ലാം കോള് ലീക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും ആരോപണമോ വാർത്തയോ വന്ന് കയറുമോ എന്ന് അറിയണം. അതിനാണ് ഈ സാധനം. ഈ സ്വപ്ന സുരേഷിന്റെ കേസ് നമുക്ക് വ്യാപകമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന്റെ ഒക്കെ വരുമ്പോൾ എടുക്കുന്നുണ്ടായിരുന്നു, വ്യാപകമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഈ സ്വപ്ന സുരേഷിന്റെ കേസ് നടക്കുന്ന സമയത്താണെന്ന് എൻ്റെ ഓർമ്മ, ഒരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ച പറഞ്ഞു, നീ വെക്ക്, ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാം. കാര്യം എന്റെ എടുക്കുന്നുണ്ട് എടുത്ത് നീ വെക്ക്, ഞാൻ സൂക്ഷിച്ചോളാം. അത് എല്ലാവരുടെയും എന്റെ ഒന്നല്ല, എല്ലാവരുടെയും എടുക്കും. എല്ലാവരുടെയും അവര് ഇവിടെ നിൽക്കുന്ന, സിറ്റിയിൽ നിൽക്കുന്ന, തിരുവനന്തപുരത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈം റിപ്പോർട്ടേഴ്സിന്റെ എല്ലാവരും അവരെടുക്കും. പിന്നെ ഈ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, സർക്കാരിന്റെ വാർത്തകൾ കൊടുക്കുന്ന അവരുടെയൊക്കെ എടുത്തു കളയും. അവരെയൊക്കെ ശ്രദ്ധിക്കും. അവര് ഇങ്ങനെ ആര് ചോർത്തുന്നു, എങ്ങനെ കോൾ ലിസ്റ്റ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നേ, കോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പോലീസ്. ഇത് ഇവിടുന്ന് എത്ര പേർക്ക് വരുന്നു പോകുന്നു, ഇതെല്ലാം എടുക്കും. അതുപോലെ അൻവറും എടുത്തു.
അൻവർ തിരിച്ച് അങ്ങോട്ട് എടുത്ത് അൻവർ അവിടെ നിന്നും പോയി. ഇവർ അൻവറിന്റെ എടുത്തോണ്ടിരുന്നപ്പോ അൻവർ അവരുടെ എഴുതുന്നത്. കേരളത്തിൽ ഇത്രയും MLA മാരുണ്ടെങ്കിലും ഇത്ര ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള MLA അൻവർ ആണെന്നുള്ള അൻവർ ഇപ്പൊ 2 ദിവസം കൊണ്ട് കാണിച്ചു. അത് അൻവർ നേരത്തെ തന്നെ കാണിക്കുന്നുണ്ട്. അൻവർ അല്ലേ പറഞ്ഞത് ഈ പിന്നെ VD സതീശന് കപ്പൽ വഴി പൈസ തന്നു. CPM എല്ലാം ചെയ്യിച്ചുകൊണ്ടിരുന്നത് അൻവറിനെ കൊണ്ടാണ് ഈ നാട്ടുകാരെ മൊത്തവും തെറി പറയിച്ചുകൊണ്ടിരുന്നത്. അൻവർ ഇറങ്ങും, വാർത്താ സമ്മേളനം നടത്തും, നാട്ടുകാരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയും. ഇതെല്ലാം പാർട്ടി പറയിച്ചതാ. ഇപ്പൊ നേരെ തിരിഞ്ഞ് അൻവർ തിരിഞ്ഞു കുത്താൻ തുടങ്ങി. ഇപ്പൊ പേടിച്ചു, സർക്കാർ പേടിച്ചു. അൻവറിന് വേറെ ഒന്നുമില്ല, വേറെ ഉദ്ദേശമൊന്നുമില്ല. അൻവറിന് P ശശിയാണ് ഉന്നം വയ്ക്കുന്നത്. P ശശിയാണ് അൻവർ ഉന്നം വെക്കുന്നത്. P ശശിയെ വീഴ്ത്തണം അൻവറിന്. അതിന് അൻവറിന് കണ്ണൂരിൽ നിന്ന് നല്ല പിന്തുണയുണ്ട്. അൻവറും P ജയരാജനുമായിട്ട് വലിയ സുഹൃത്താണ്, അറിയാമോ? അൻവർ P ജയരാജന്റെ അടുത്ത ആളാണ് ഈ അൻവർ. ഇത് പാർട്ടിയിലുള്ള ആൾക്കാരുണ്ടെന്നേ, പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് P ശശിയെ വീഴ്ത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് P ശശിക്കെതിരെ P ശശി നിമിഷ നേരം കൊണ്ടല്ലേ കയറി വന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത്. പിന്നെ P ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവാൻ P ശശിക്ക് താല്പര്യമുണ്ടായിരുന്നു, നടന്നില്ല. ഇനിയിപ്പോ സെക്രട്ടേറിയറ്റിൽ വരാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാവാൻ ആണ് P ശശി നോക്കിക്കൊണ്ടിരിക്കുന്നത്. P ജയരാജനേക്കാൾ സംസ്ഥാന സമിതിയിലെ സീനിയറാണ് P ശശി. P ജയരാജനും P ശശിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല. P ജയരാജൻ നോക്കുമ്പോൾ ഇനി P ശശി കയറി വരും. P ശശിയെ വെട്ടിയില്ലെങ്കിൽ P ശശി കയറി വരും. കാലം എത്രയായി സംസ്ഥാന സമിതിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റത്തില്ല P ജയരാജന്. P ജയരാജന് കയറി വരണം. കയറി വരാനുള്ള ശ്രമമാണ് P ജയരാജൻ നടത്തുന്നത്. ഇത് പാർട്ടിയിലെ നല്ലൊരു വിഭാഗം നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് അൻവർ ഈ കളി കളിക്കുന്നത്. അൻവർ ഈ P ശശിക്ക് എതിരായിട്ടുള്ള ടീമുകളെല്ലാം കൂടെ ഒന്നിച്ചു. അൻവറിന്റെ ലക്ഷ്യം P ശശിയും പിന്നെ ADGP-യോ അജിത് കുമാറിനോട് നല്ല വക അൻവറിനുണ്ട്. കാര്യം അൻവറിന്റെ പിന്നെ ഇതിനകത്ത് അൻവർ കൊടുത്ത പരാതികളെല്ലാം ഒതുക്കി തീർത്ത് കളഞ്ഞത് അജിത് കുമാറാണ്. അത് അൻവറിന് നന്നായിട്ട് അറിയാം. അൻവർ അജിത് കുമാറിനെതിരെ പരാതി കൊണ്ടുപോയി P ശശിക്ക് കൊടുത്തു. P ശശിക്ക് കൊടുത്തപ്പോൾ P ശശി അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് P ശശിയോടും കലിപ്പായി. അൻവറിന്റെ ചെറിയ കാര്യം മതി, ഒരാളോട് കലിപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അൻവർ അയാളെ ശത്രുവായിട്ടൊക്കെ പ്രഖ്യാപിക്കുക. ഒരു ആ ചാനലിലെ മൊത്തത്തിൽ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചോളാം അൻവർ. അൻവറിന്റെ അടുത്ത് കളിക്കാൻ പോയിട്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ADGP-യുടെ കാര്യത്തില് ഇതിപ്പോ പ്രഹസന അന്വേഷണമാണ്. അതായത് ഇപ്പുറത്തെ ADGP-യെ സംരക്ഷിക്കണം, അപ്പുറത്ത് അൻവറിനെ തള്ളാനും പറ്റില്ല. അൻവറിനെ തള്ളി പറഞ്ഞ അൻവർ വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് വരും. ഇതിലും വലിയ കോടാലി പിടിച്ചോണ്ട് വരും അൻവർ. ഇപ്പൊ ചെറിയൊരു കോടാലിയാണ് അൻവറിന്റെ ഇരിക്കുന്നത്. അൻവർ ഇപ്പം അൻവറിനെ കയറി ചൊരണ്ടി അന്വേഷണം ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ പോയിട്ട് വലിയ കോടാലി പിടിച്ചോണ്ട് വന്നോളെ. ഇത് മാത്രമല്ല, ഈ അൻവറിന് വേണ്ടി ഇപ്പൊ ആള് ഹൈക്കോടതി പോകും. അൻവറിന്റെ ആൾക്കാർ തന്നെ ഇത് ഹൈക്കോടതി വിടും. അൻവർ പ്രത്യക്ഷത്തിൽ അൻവറിനെ തൊടാൻ CPM-ന് പറ്റില്ല. കാരണം പിന്നെ പാർട്ടി അംഗമല്ല അൻവർ. പിന്നെ അൻവർ ഇനി അൻവറിന് അടുത്ത ടൈം മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുക്കത്തില്ല. അൻവറിന് കൊടുത്തില്ലെങ്കിൽ വേണ്ടാന്നൊരു നിലപാട് അൻവർ എടുക്കും. അതേസമയം P ശശിക്ക് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് എന്താ എല്ലാവർക്കും നഷ്ടപ്പെടണം. P ശശിക്ക് തലശ്ശേരി MLA ആവണം. തലശ്ശേരിയിൽ ഇനി 2 ടൈം കഴിഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേ കക്ഷിക്ക്, അപ്പൊ ഷംസീറിന്. ഇപ്പൊ 26-ല് ആര് വരണം? P ശശിക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. P ശശി അവിടെ മത്സരിക്കാനുള്ള താല്പര്യത്തിലാണ് P ശശിക്ക്. അതുപോലെ തന്നെ P ശശിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനും താല്പര്യമുണ്ട്. ഇപ്പുറത്തേക്കുന്ന എല്ലാവർക്കും നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ADGP-ക്ക് എന്താ ഇനി പോയി DGP ആവണം, സംസ്ഥാന തലപ്പത്ത് വരണം. ആർക്കാ? MR-ന്. അങ്ങനെ ഇപ്പുറത്തേക്കുന്നവർക്കെല്ലാം നഷ്ടപ്പെടാറുണ്ട്. അപ്പുറത്ത് അൻവറിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അൻവറിന് നഷ്ടപ്പെടാറുണ്ടായിരുന്ന ആ റോപ്പ 15 ലക്ഷം രൂപയുടെ, അത് കിട്ടിയതുമില്ല. അപ്പുറത്ത് വലിയൊരു സംഘം അങ്ങ് അണിനിരുന്നേ, വലിയൊരു സംഘം. എന്താ ആദ്യം തൊടുത്തുവിട്ട് എന്താ ആദ്യത്തെ SP ഓഫീസിൽ വിഷയം വരുന്നത്? ആ മരം മുറിച്ചു. SP ഓഫീസിന്റെ പിന്നെ അവിടെ ഔദ്യോഗിക വസതിയുടെ ഫ്രണ്ടിൽ പോയി കസേര ഇട്ടിരുന്നു. അതിലൊരു ചെറിയ വാക്യമായിരുന്നു MR അജിത് കുമാർ എന്ന് എഴുതി വെച്ചിരുന്നത്. ചെറിയൊരു ആ ഫ്ലെക്സിന്റെ ഒരു സൈഡിൽ. ബാക്കി എല്ലാ SP ആ തെറി പറഞ്ഞിരുന്നു ആ ഫ്ലെക്സിൽ, കണ്ടായിരുന്നു? എല്ലാ ശശിധരനിട്ടുള്ള തെറിയായിരുന്നു കൂടുതലും. അതിൽ ഒരു ചെറിയൊരു വാചകമാണ് MR അജിത് കുമാർ എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വാചകം. അത് ഓൺലൈൻ മാധ്യമത്തെ സഹായിക്കുന്നത് MR അജിത് കുമാർ ആണ്. ഇത്രയേ ഉള്ളായിരുന്നു. അവിടുന്ന് ഇത് എവിടെ പോയി? P ശശി വരെ എത്തിച്ചു. അത് കുത്തിപ്പൊക്കിച്ചത്. അത് നേതാക്കന്മാരെന്ത് ചെയ്തു? അൻവറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച്, അപ്പൊ പിന്നെ ഇങ്ങനെ പോണ്ട, P ശശിയുടെ ഒരു പേര് വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് P ശശിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്തും സംരക്ഷിക്കുന്നു, അപ്പുറത്തും സംരക്ഷിക്കുന്നു. അൻവർ ഇപ്പൊ എന്ത് ചെയ്യും? അൻവറിന്റെ ആരെങ്കിലും ഒരാൾ അൻവർ ഈ തെളിവ് അയാൾക്ക് കൈമാറും. ആ തെളിവുമായിട്ട് അയാൾ എന്ത് ചെയ്യും? ഹൈക്കോടതി പോയി ഹൈക്കോടതി പറയും എന്ത് ചെയ്യും? CBI അന്വേഷണത്തിന് വിടാൻ പറയും. സർക്കാർ CBI അന്വേഷണത്തെ തടയാൻ പരമാവധി ശ്രമിക്കും. നടക്കില്ല. അത് സുപ്രീം കോടതി വരെ പോയാലും ഇവരെന്ത് ചെയ്യും? CBI അന്വേഷണം പിടിച്ചോണ്ട് വരും. CBI അന്വേഷണം പിടിച്ചോണ്ട് വന്നോളെ. ഇപ്പൊ കണ്ണൂരത്തെ ഒരു കൊലക്കേസിൽ ഓർമ്മയില്ല, ഞാൻ ജോണേട്ടൻ അടുത്ത് പറഞ്ഞ പഴയ ഒരു കൊലക്കേസ് എവിടെ വരെ പോയി? ആദ്യം സിംഗിൾ ബെഞ്ചിൽ പോയി അവർ പോയി CBIക്ക് അനുമതി മേടിച്ചു. സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് ബ്ലോക്ക് ചെയ്തു. മറ്റൊരു പോയി സുപ്രീം കോടതി പോയി. അവസാനം സുപ്രീം കോടതി പറഞ്ഞ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കുന്നു.
അങ്ങനെയാണ് CBI അന്വേഷണം വന്നത്. അന്വേഷണം. ഈ കേസിലും തെളിവുണ്ടെങ്കിൽ എന്ത് നടക്കും? CBI അന്വേഷണം വരും. CBI അന്വേഷണം വന്നാൽ ഈ കൊന്ന എടവണ്ണയിൽ വെടിവെച്ച് വന്ന പുള്ളി, അതിലെ കേസിലെ പ്രതി ഇപ്പോഴും ജയിലിൽ കിടക്കുക, കേസിന്റെ പുറകെ കിടക്കുക ഇപ്പോഴും. പിന്നെ ഷാൻ നിരപരാധിയാണെന്നാണ് ഈ എടവണ്ണയിൽ മരിച്ച അദ്ദേഹത്തിന്റെ പേര് റംദാനോ അങ്ങനെ ഒരു പേര് എന്നാണ് എന്റെ ഓർമ്മ, തെറ്റാണ് ക്ഷമിക്കണം, അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ വിട്ടുപോയി, കുറെ നാളായല്ലോ ആ കേസ്. അപ്പോ അയാൾ ഇപ്പോഴും ആ കേസിന്റെ പുറകെ കിടക്കുക. അപ്പൊ അയാളുടെ ഭാര്യ അന്ന് ഇടവണ്ണയിലെ മരണപ്പെട്ട ആളുടെ ഭാര്യ അന്നേ പറഞ്ഞു ഈ പ്രതി ഇതല്ലെന്ന് പറഞ്ഞു, ഇദ്ദേഹം അല്ല പ്രതി, പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അവർ അന്നേ പറഞ്ഞത്. അതാണ് ഈ അൻവർ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, അൻവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എനിക്കൊന്ന് ആ കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്, ആ കേസ് അന്വേഷിക്കണം, പോലീസ് ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെന്നൊക്കെയാണ് ആ കുടുംബം ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഒരു കൊലപാതക കേസ് കുത്തിപ്പോകും. പിന്നെ 2 എന്ത് ചെയ്യും? സ്വർണം പൊട്ടിക്കൽ. 5 പേര് മരണപ്പെട്ട ആ വാഹനാപകടത്തിന് പിന്നിൽ അജിത് കുമാർ ആണെന്നാണ് അൻവർ പറയുന്നത്. ഏതാ 2022 അതിനുശേഷമാണല്ലോ വലിയ പ്രശ്നം വന്നത്, സ്വർണം പൊട്ടിക്കൽ. പിന്നീട് കണ്ണൂര് ഈ ജാഥ നടത്തുകയും ഒക്കെ ചെയ്തിട്ട്, മരു തോമസ് ജാഥ നടത്തുകയും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ആ ഒരു സംഭവം കുത്തിപ്പോക്കും. അവിടുന്ന് അന്വേഷണം ആരംഭിക്കുക. അത് അന്നേ പ്രശ്നമായി കിടക്കുന്ന കേസാണ്. അതിനിപ്പോഴും അതിന്റെ ഒരു വ്യക്തതയില്ലല്ലോ. വണ്ടികൾ കൂട്ടിയിടിച്ചു മരണപ്പെട്ടു എന്നാണ് ആദ്യം വന്നത്. പിന്നീട് ആണ് വ്യക്തമായത് കൊടിസുനി അടക്കമുള്ളവർ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നെന്നും ഇത് സ്വർണം പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത്. ആ കേസ് മുതലുള്ള അന്വേഷണം വരും. ഇത് പോയി സർക്കാർ തലത്തിലേക്ക് കയറി വരും. പിന്നെ അൻവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോള് ചോർത്തുന്നു, മന്ത്രിമാരുടെ ചോർത്തുന്നു. MR അജിത് കുമാർ ഈ 2 കൂട്ടരുടെയും ചോർത്തുന്നു. അതൊരു വലിയ സീരിയസ് പ്രശ്നമായിട്ട് ഇവിടുത്തെ മന്ത്രിമാർ എടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇവരുടെ ഒരു ഫോക്കസ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. 1 പിണറായി, 2 പിണറായിയുടെ മരുമോൻ, പിന്നെ 3 അജിത് കുമാർ, P ശശി. ഈ ഒരു ഫോക്കസിലാണ് കാര്യങ്ങൾ നിന്നത്. അതിന്റെ പുറത്തുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈ റൗണ്ടിന് പുറത്തേക്കുമായിരുന്നു. ഈ റൗണ്ടിന് പുറത്തേക്കുന്ന എല്ലാവർക്കും കോർട്ടിൽ കയറി കളിക്കാനുള്ള ഒരു അനുമതിയാണ് ഇപ്പൊ അൻവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുപോലെ വലിയ ആരോപണമല്ലേ വന്നിരിക്കുന്നത്? മന്ത്രിമാരുടെ കോൾ ചോർത്തു. ഒരു സർക്കാർ ഇരിക്കവേ ആ സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാരിലെ തന്നെ മന്ത്രിമാരുടെ കോളുകൾ ചോർത്തിയെടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോളുകൾ ചോർത്തുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ വന്നത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിൽ നീരസമുണ്ട്. പക്ഷെ CM-ന് അത് കാണിക്കാൻ പറ്റത്തില്ല, പിണറായിക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല. പിണറായിയുടെ എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന്. MR-ഉം ചെറിയ പുള്ളിയല്ലല്ലോ, MR-ഉം ചെറിയ കക്ഷിക്കാരനല്ല. അപ്പൊ MR ഇനി സീരിയസ് ആയിട്ട് എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വരുമെന്ന് പിണറായിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് പിണറായി ഒന്നും പറയുന്നത്. പക്ഷെ ഇന്നലെ വേദി വിട്ടപ്പം പിണറായി മുഖത്ത് പോലും നോക്കാതാണ് പോയത്. ഇതിൽ ആത്യന്തികമായി ജോണേട്ടൻ ചോദിച്ചതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു CBI എൻക്വയറി ഇവിടെ നടക്കും. CBI എൻക്വയറി നടന്നു കഴിഞ്ഞാൽ MR അജിത് കുമാറിനെ CBI പൂട്ടും.